മാനത്തേക്ക് ഉയർത്തി മതിയിൽ നിന്ന് മണ്ണും കല്ലും വാരി മണ്ണിൽ കൊണ്ടുവന്ന് മണ്ണിലൊന്നും വംശയെ മതോന്മുത്തരാക്കി ഒരു കാലഘട്ടത്തിൽ കാട്ടുകഴുതപ്പുറത്ത് മാത്രം യാത്ര ചെയ്തും കാട്ട് കായികരികൾ ഭക്ഷിച്ചും ഈന്തപ്പഴവും മത്സ്യവും മാത്രം ഭക്ഷിച്ചും ജീവിച്ചിരുന്ന അറേബ്യൻ ജനതയുടെ നടുവിലേക്ക് കടന്നു ചെന്ന ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ സംസ്കാര രാജ്യങ്ങളായി അമ്പരജുമകളായി സൗരങ്ങളായി അവയെ പടുത്തുയർത്തിയുണ്ട്. ഒരു കാലത്ത് നായും നരിയും നെടുകയും കുറയും നടന്ന ഈ നടുവിലൂടെ ഇരുകാല മനുഷ്യൻ നടക്കരുതെന്ന് പറഞ്ഞ ഐത്തവ ആചാരവും നിലർത്തുന്ന ഭാരതത്തിന്റെ മകളിൽ കടന്നുവന്ന് മനുഷ്യരോട് മനുഷ്യൻ നിലയിൽ ഒരാദരവ് കാണിക്കാൻ ഉറക്കെ പ്രഖ്യാപിച്ച ഗ്രന്ഥസാഹിതിയാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ അപരിഷ്കൃതനായ മനുഷ്യൻ സംസ്കാരസമനായി മാറിയത്. ബൈബിൾ ലോകത്തിൽ വന്നതുകൊണ്ടാണ് വിദ്യാവിഹീനായ മനുഷ്യൻ വിദ്യാസമ്പന്നനായി മാറിയത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കച്ചവടത്തിരക്കായി ഈ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വിശുദ്ധ വേദപുസ്തകത്തെ അതേ ഷിപ്പിൽ തന്നെ കയറ്റി മടക്കി ബ്രിട്ടനിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ് സമരാംഗണത്തിൽ ഇറങ്ങി മുദ്രാവാക്യം മുഴക്കിയാണ് ആളുകൾ. എന്നാൽ അങ്ങനെയുള്ള ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോ അവർ കേവലം പള്ളികൾ പണിയുക മാത്രമല്ല, പള്ളികളോട് ചേർത്ത് കൂടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായത്. പള്ളിക്കൂടങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മെ പോലെയുള്ള ആളുകൾ പള്ളിക്കൂടങ്ങളിൽ പോയി 10 അക്ഷരം പഠിച്ച് വിദ്യാസമ്പന്നരായ ആളുകളായി മാറുവാൻ ഇടയായി തീർന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ആകമാനമായുള്ള സകലവിധമായ വികാസ പ്രക്രിയയുടെയും പിറകിൽ വ്യാപരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്, ദൈവത്തിന് വചനമാണ്. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, മാനവരാശിയുടെ ജീവിതത്തിൽ ഇത്രയും പരിവർത്തനമുള്ളതാക്കിയ ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. എവിടെയെല്ലാം ഈ ബൈബിൾ എത്തിച്ചതുണ്ടോ അവിടെയെല്ലാം മാറ്റത്തിന്റെ മാറ്റൊലികൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ, അക്ഷരാഭ്യാസമില്ലാത്തവനെ അക്ഷരവിദ്യയുള്ളവരാക്കി തീർക്കുവാൻ, അപരിഷ്കൃതനെ സംസ്കാര സമന്നാക്കി തീർക്കുവാൻ, ഒരു കാലഘട്ടത്തിൽ കാട്ടിലും മേട്ടിലും ഗുഹകളിലും ഗുഹാന്തരങ്ങളിലും മലനിരപ്പുകളിലും മലഞ്ചെരുവുകളിലും പാർത്തുന്ന മനുഷ്യന് അമ്പരചുംബികളായി സൗകര്യം ഉണ്ടാക്കി അതിന്മേൽ പാർപ്പിക്കുവാൻ. ഞാനിവിടെ പറയുന്നു, മസ്തിഷ്കം മറിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്തത് മുതൽ കൃഷിവിശ്വത്തിൽ ജന്മം കൊടുക്കുവാൻ വരെ സിദ്ധപ്രാപിച്ച മനുഷ്യൻ ശാസ്ത്രത്തിന്റെ ബലിഷ്ടമുള്ള കരങ്ങൾ ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും അവൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആകാശത്തിന്റെ അയറായിലേക്ക് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഉപകരണങ്ങളെ റോക്കറ്റ് വഴിയായി പായിച്ച് അന്യഗ്രഹങ്ങളിൽ പരിവേഷം ചെയ്യുവാൻ കഴിയുന്ന സാങ്കേതികതകളെ മനുഷ്യൻ ഇപ്പോൾ കൈമുതലാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യൻ ചെയ്യുവാൻ വിചാരിക്കുന്ന ഒന്നും അവന് അസാധ്യമാകുകയില്ല എന്നൊരിക്കൽ പറഞ്ഞ ദൈവവചനം പോലെ മനുഷ്യന് ചെയ്യാൻ അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വിരളമായ കാര്യങ്ങളാണ്. അങ്ങനെയായിരിക്കുക തന്നെ ഈ മനുഷ്യനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട്. ഈ ബൈബിൾ പ്രതിപാദിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ വിഷയമാണ് ദൈവസൃഷ്ടിയായ മനുഷ്യൻ. ഞാനും നിങ്ങളും മനുഷ്യരാണ്. ആരാണ് മനുഷ്യൻ? ആധുനിക ശാസ്ത്രം ചോദിച്ചാൽ ശാസ്ത്രം പറയും ഏകകോശജീവിയായി അണീവ എന്ന് പരിണമിച്ചുണ്ടായി ദ്വികോശജീവികൾ. ദ്വികോശജീവികളുടെ പരിണാമം പിന്നെയും സംഭവിച്ചു. ത്രിപാലജീവികളുണ്ടായി. അതിന് സങ്കീർണമായ നിരവധി സെല്ലുകൾ ഉള്ള മനുഷ്യജീവികൾ, അതായത് ഇതര ജീവജാലങ്ങളുണ്ടായി. അതിൽ ഏറ്റവും കൂടുതലായി കുരങ്ങ് ആവിർഭവിച്ചു. കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചു. മനുഷ്യ ഇരുകാലി മൃഗമായ മനുഷ്യൻ ഉണ്ടായി എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. സാന്തമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവും അനാദിയായി ദൈവത്തിന്റെ സൃഷ്ടിയെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മണ്ണിലെ കരിയും കൊണ്ട്, അതായത് മണ്ണും കൊണ്ട് വലിയവനായ ദൈവം നിലത്തെ പുലിയുന്ന മനുഷ്യനെ ഉളവാക്കിയെന്ന് വിശുദ്ധ വേദപുസ്തകം പറയും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ നാളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? യഹോവയായ ദൈവം നിലത്തെ പുലി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസമോടി. ആ ജീവശ്വാസം ഉറപ്പെട്ട മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രത്യേകമായ സൃഷ്ടിയുടെ വൈഭവമായി ദൈവം വേർപ്പെടുത്തിയ ഈ മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവെന്നിങ്ങനെ 3 അവസ്ഥാന്തങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, വാട്ട് ഡിഫറൻസസ് മേക്സ് ബിറ്റ്വീൻ ദി ആനിമൽ ആൻഡ് ഹ്യൂമൻ ബീയിങ്? മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം? മനുഷ്യനും മൃഗവും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ സമീപേ നിൽക്കുന്ന ഒരു തെങ്ങിന്റെ ഓലത്തുഞ്ചത്ത് ഒരു കുരുവി, അതായത് ഒരു കുരുവി അത് മുട്ടയിട്ട് കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ കുരുന്നിരുന്ന് വിരിക്കുവാൻ മനോഹരമായ ഒരു കൂടുകെട്ടി ആ ഓലത്തുഞ്ചത്ത് അത് തൂക്കിയിട്ടിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു അസംസ്കൃത വസ്തു കൊണ്ട് ആ കുരുവി ആ കൂടുണ്ടാക്കിയോ അതേ അസംസ്കൃത വസ്തു
വെച്ചുകൊണ്ട് അതേ രീതിയിൽ അതേ മാതൃകയിൽ ആണ് 2000 വർഷത്തിന് ശേഷവും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരുന്ത് ഏതെല്ലാം അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് കൂടുണ്ടാക്കിയോ അതേ വസ്തുക്കൾ കൊണ്ടാണ് ഇപ്പോഴും കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ എത്രയോ സാങ്കേതികമായ വികാസ പ്രക്രിയ പ്രാപിച്ചവനായി തീർന്നു. ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആഴിയുടെ അടുത്ത വളർന്നു മുതൽ ആകാശത്തിന്റെ അയറായിലേക്ക് പറന്നു കയറുവാൻ വരെ ശാസ്ത്രീയവും സാങ്കേതികമായ മികവ് പ്രാപിച്ച ഈ മനുഷ്യൻ അവന്റെ ബുദ്ധിമണ്ഡലം മൃഗങ്ങളുടെ ബുദ്ധിമണ്ഡലത്തേക്കാൾ വികാസം പ്രാപിച്ചതാണ്. മൃഗങ്ങൾക്ക് ചിന്താശക്തിയില്ല, എന്നാൽ മനുഷ്യൻ ചിന്താശക്തിയുണ്ട്. മൃഗങ്ങൾക്ക് നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ള വിവേചന ബുദ്ധിയില്ല, എന്നാൽ മനുഷ്യൻ നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ള വിവേചന ബുദ്ധിയുണ്ട്. എന്താണ് മനുഷ്യനെ ഈ നിലയിൽ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, ലോകത്തിലെ ഇതര ക്രിയകൾക്കില്ലാത്തൊരു സവിശേഷത ഏത് മനുഷ്യനുമുണ്ട്. എന്താണ് ആ സവിശേഷത? മനുഷ്യനിൽ ആത്മാവെന്ന് പറയുന്ന സത്തയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ തന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ എന്ത് മറുവില കൊടുക്കേണ്ടതായി വരും? എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, മനുഷ്യനിലെ നിശ്ചയമായും അവിനാശിയായ ഒരാത്മാവുണ്ട്. നമ്മുടെ മഹാകവി അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഴ്വഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻപുരയിലുണ്ട്, ആദിത്യരിലുണ്ട്, അണുഭൂമിയിലുമുണ്ട് അതിൻ പരിസ്മരണം എന്ന് പറഞ്ഞാൽ ആഴ്വഞ്ചേരി തമ്പ്രാക്കൾക്ക് വിലപിടിപ്പിച്ചുള്ള ഒരാത്മാവുണ്ട്, അയ്യൻപുരയിൽ ഒരാത്മാവുണ്ട്. ലോകത്തിലെ ഏത് മനുഷ്യനും ധനവാനും ദരിദ്രനും വിദ്യാസമ്പന്നും വിദ്യാവിഹീനും പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും സംസ്കാരസമ്പന്നും സംസ്കാരവിഹീനും അങ്ങനെ ലോകത്തിന്റെ എല്ലാ തുറകളും പെട്ട എല്ലാ മനുഷ്യരും അവൻ വലിയവനോ ചെറിയവനോ ആരുമാകട്ടെ വിലപിടിപ്പുള്ള ഒരു ആത്മാവിന്റെ സത്ത അവനുണ്ട്. ഈ ആത്മാവ് അവിനാശിയാണ്. അനന്തകോടി സംവത്സരങ്ങൾ ഒരിക്കലും നാശോന്മുഖമാകാതെ അധിവസിക്കുന്നതാണ് മനുഷ്യന്റെ ആത്മാവ്. ആ മനുഷ്യനെ ആത്മാവിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? എന്താണ് ഈ മനുഷ്യന്റെ ആത്മാവിന് സംഭവിച്ചത്? വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ പാപിയായി തീർന്നു. ദൈവകൽപ്പനയെ ലംഘിച്ച് മനുഷ്യൻ പാപിയായി തീർന്നു. ലോകത്തിലെ എല്ലാ ഈശ്വര വിശ്വാസാധിഷ്ഠമായ മതവിശ്വാസികളും മനുഷ്യൻ പാപിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ അക്രൈസ്തവനായിരിക്കാം, ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കാം, നിങ്ങളൊരു മുസ്ലിം ആയിരിക്കാം, ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കാം, നിങ്ങളുടെ ജൈനനായിരിക്കാം, ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കാം. മതഭേദ വ്യത്യാസമില്ലാതെ, കാലവ്യത്യാസമില്ലാതെ, സാംസ്കാരിക വ്യത്യാസമില്ലാതെ, വിദ്യാഭ്യാസമുള്ളവരുന്നോ വിദ്യാഭ്യാസവിഹീനോ വ്യത്യാസമില്ലാതെ, സമ്പന്നോ ദരിദ്രനോ വ്യത്യാസമില്ലാതെ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി സംഭവിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, പാപം ചെയ്ത് പാപത്തിന്റെ അതിഭയാനകമായ പടുകുഴിയിലേക്ക് നിവസിച്ചു പോയ പാപിയായ മനുഷ്യൻ ഈ മനുഷ്യ ജന്മം മുതൽ, അതായത് മനുഷ്യൻ എപ്പോഴാണ് പാപത്തിൽ നിവസിച്ചു പോയത് അന്ന് മുതൽ പാപത്തിന്റെ പ്രഗാധമായ കുഴിയിൽ നിന്ന് കരകയറുക അവൻ അനേക മാർഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മനുഷ്യൻ അന്വേഷിച്ച മാർഗങ്ങളുടെ പരമ്പരയാണ്